ലോകത്തിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപാദനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ തോറിയം അടിസ്ഥാനമാക്കിയിട്ടുള്ള ആണവ നിലയം കേരളത്തിൽ പണിയുമോ എന്ന ചോദ്യം ഉയരുകയാണ്. അതിന് പിന്നിലൊരു കാരണവുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപ്പാദകരായിട്ടുള്ള NTPC അമേരിക്കയിലെ ഒരു സ്വകാര്യ കമ്പനിയുമായിട്ട് ഈ തോറിയം അടിസ്ഥാനത്തിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കാനുള്ള ചില കരാറുകളൊക്കെ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത്തരത്തിലൊരു തോറിയം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ആണവ നിലയം കേരളത്തിലെ കായംകുളത്ത് ഉണ്ടാവാൻ വേണ്ടി പോവുകയാണോ? ഈ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ ഈ വൈദ്യുതി നിലയങ്ങൾ, പ്രത്യേകിച്ച് ആണവ വൈദ്യുതി മേഖലയെ സംബന്ധിച്ച ഒരു പുതിയ നിയമനിർമ്മാണം നടത്തി. അതിന്റെ പേര് ശാന്തി ആക്ട് എന്നാണ്. ശാന്തി ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രകാരം സ്വകാര്യ മേഖലയ്ക്ക് വൈദ്യുത കേന്ദ്ര നിലയങ്ങൾ പണിയാനുള്ള സ്വാതന്ത്ര്യം, അവയ്ക്ക് അതിനുള്ള ഒരു പെർമിഷൻ കേന്ദ്ര സർക്കാർ കൊടുക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗൗതം ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. അതായത് കേരളത്തിൽ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ വരാൻ സാധ്യതയുണ്ടോ? ഒരു ആണവ വൈദ്യുത നിലയം, പ്രത്യേകിച്ചും കേരളത്തിൽ സുലഭമായിട്ടുള്ള തോറിയം ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു ആണവ നിലയം കേരളത്തിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉപോദ്ബലകമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ തോറിയം ഫ്യൂവൽ സൈക്കിൾ, അതായത് തോറിയം ഇന്ധനമായിട്ടുള്ള വൈദ്യുതോൽപാദന മേഖലയിൽ ടെക്നോളജി കൈവശമുള്ള അമേരിക്കൻ കമ്പനിയായ ക്ലീൻ കോർ തോറിയം എനർജി, CCTE എന്നാണ് അതിൻ്റെ ചുരുക്കം പേര്, CCTE. ആ CCTEയും NTPCയും തമ്മിൽ ചർച്ച നടത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുത ഉൽപാദകരാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അവർക്ക് കേരളത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള, കേരളത്തിലെ നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള തോറിയം ലഭ്യമാകുന്നത് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്ത്, അതായത് തൃക്കുന്നപ്പുഴ തൊട്ട് അഴീക്കൽ കരുനാഗപ്പള്ളി വരെയുള്ള കടൽ തീരത്താണ്. ആ തീരപ്രദേശത്തെ NTPCക്ക് ഇപ്പോൾ തന്നെ ഒരു വൈദ്യുത നിലയമുണ്ട്, കായംകുളം തെർമൽ പവർ സ്റ്റേഷൻ. പണ്ട് ആ തെർമൽ പവർ സ്റ്റേഷൻ വിഭാവനം ചെയ്യുന്നത് രാജീവ് ഗാന്ധി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ 3500 മെഗാവാട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മഹാപദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തത്. ദൗർഭാഗ്യവശാൽ ഈ അങ്ങനെ ഒരു വികസനത്തിലേക്ക് അത് പോയില്ല. അതിൻ്റെ ശേഷി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1000 മെഗാവാട്ടിൽ താഴെയാണ്, എന്തോ 780 മെഗാവാട്ട് ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും, കാരണം ഈ തോറിയം ഇതേ പ്രദേശത്ത് തന്നെയാണുള്ളത്, തോറിയം അടിസ്ഥാനപ്പെടുത്തിയ ഒരു ന്യൂക്ലിയർ സ്റ്റേഷൻ അവിടെ വന്നു കൂടായികയില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ NTPC CCTE എന്ന തോറിയം സൈക്കിൾ ടെക്നോളജി കൈവശമുള്ള അമേരിക്കൻ കമ്പനിയുമായിട്ട് ചർച്ചകൾ നടത്തുകയും ആ കമ്പനിയിൽ തന്നെ ഒരു മൈനോറിറ്റി സ്റ്റേക്ക് അക്വയർ ചെയ്യാനായിട്ട് NTPC തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് പുതിയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തോറിയം ഏറ്റവും കൂടുതൽ ലഭ്യമായ ഈ കേരളത്തിൻ്റെ തീരത്ത് NTPCക്ക് സ്ഥലമുണ്ട്, അവിടെ ഒരു താപനിലയുണ്ട്. ആ താപനിലയം വേണ്ട മാറ്റങ്ങൾ വരുത്തി അത് ആണവ നിലയമാക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരല്ല, ഞാൻ എതിരായിട്ടല്ല ഈ വാർത്തയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സാധാരണ ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് പരിസ്ഥിതി പ്രതിസന്ധി കുറവും ആണവ വേസ്റ്റ് കുറവുമുള്ള ഒരു സംവിധാനമാണ് ഈ തോറിയം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആണവ റിയാക്ടറുകൾ. ഇനി നമുക്ക് ഇപ്പോൾ അതാണ് അതിൻ്റെ ഒരു വാർത്ത. ഇനി നമുക്ക് ആണവ റിയാക്ടറുകളുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുകൂടെ നമുക്കൊന്ന് നോക്കാം. സാധാരണ ഇന്ത്യയിലുള്ളത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്ന കാറ്റഗറിയിൽ പെടുന്ന ആണവ റിയാക്ടറുകളാണ്, അല്ലെങ്കിൽ ആണവ വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ ഈ തോറിയം ഇന്ധനമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്ന മറ്റൊരു തരം റിയാക്ടർ, മറ്റൊരു സാങ്കേതിക വിദ്യ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇപ്പോൾ ചെന്നൈയിലെ കൽപ്പാക്കത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ്
നമ്മൾ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ ഉണ്ടാക്കിയിരുന്നു. ഈ മേഖലയിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുള്ള ലോകത്തിലെ അമേരിക്കയ്ക്ക് പോലും ഇല്ല ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇന്ത്യയും ചൈനയുമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇന്ത്യയുടെ പല പ്രത്യേകതകളും നമ്മൾ പോലും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതായത് ബ്രീഡർ റിയാക്ടറുകൾ, തോറിയം ഇന്ധനം ഉപയോഗിക്കാവുന്ന ഒരു റിയാക്ടർ, പൂർണ്ണമായിട്ടും തോറിയം ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന റിയാക്ടർ, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇന്ത്യ ഡിസൈൻ ചെയ്ത് അത് പിന്നെ ചെന്നൈ റഷ്യയ്ക്കുമുണ്ട്. ആ റഷ്യയാണ് നമ്മളെ ഇതിൽ സഹായിച്ചത്. അപ്പോൾ ഈ 3 രാഷ്ട്രങ്ങൾക്ക് മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കമേഴ്സ്യൽ സ്കെയിലിൽ ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിയാക്ടർ മദ്രാസിൽ കൽപ്പാക്കത്ത് പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ തോറിയം ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ യുറേനിയം തന്നെ വേണം. അങ്ങനെ നമുക്കൊരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതിനൊരു പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞ അമേരിക്കയുടെ CCTE എന്ന കമ്പനിയുടെ കൈവശമുള്ള ടെക്നോളജി. അവരുടെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ, അവർ യുറേനിയം, അസംസ്കൃത യുറേനിയം 235ഉം അതിന് പറയുന്ന ഹൈ അസൈ ലോ എൻറിച്ച്ഡ് യുറേനിയം എന്ന യുറേനിയവും തോറിയവുമായിട്ട് മിക്സ് ചെയ്തിട്ട് അവരുടേതായ ഒരു ഫ്യൂവൽ ഉണ്ടാക്കും. അതായത് അനീൽ എന്നാണ് ആ ഫ്യൂവലിൻ്റെ പേര്. ആ ഫ്യൂവൽ റോഡുകൾ ഈ നമ്മുടെ നിലവിലുള്ള അതായത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിലേക്ക് നമുക്ക് PHWR എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ബഹുഭൂരിപക്ഷം ആണവ നിലയങ്ങളും ഈ PHWR ആണ്. ആ റിയാക്ടറുകളിൽ നമുക്ക് ഇപ്പോൾ ഈ അമേരിക്കയുടെ ഈ പുതിയ കമ്പനിയുടെ കൈവശം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂവൽ നമുക്ക് എടുക്കാം. ആ ഫ്യൂവലിനാകട്ടെ തോറിയം ആവശ്യം. അപ്പോൾ ആ തോറിയം നമുക്ക് കേരളത്തിൻ്റെ തീരത്തു നിന്ന് എടുക്കാം. അപ്പം NTPCയും ഈ CCTEയും തമ്മിലൊരു ധാരണ ഉണ്ടായാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മൾ ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ട വരും പുതിയ ബ്രീഡർ റിയാക്ടർ നിർമ്മിക്കാൻ. ഇപ്പം മദ്രാസിലെ ബ്രീഡർ റിയാക്ടർ വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത് അതിപ്പോൾ ക്രിട്ടിക്കൽ ആകുകയാണ്. അതുപോലെ ബ്രീഡർ റിയാക്ടർ കേരളത്തിൽ നിർമ്മിക്കാനും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിർമ്മിക്കാനും വർഷങ്ങളെടുക്കും. ഇവിടെ ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ടെക്നോളജി വർഷങ്ങളായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അത് വളരെ വേഗത്തിൽ സെറ്റപ്പ് ചെയ്യുക. അത് മാത്രവുമല്ല, നിലവിലുള്ള പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളിൽ ഫ്യൂവലായിട്ട് ഈ തോറിയം ഇന്ധനം അടങ്ങുന്ന യുറേനിയം നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, യുറേനിയം ഇന്ത്യയിൽ വലുതായിട്ട് ലഭ്യമല്ല. അതേ കാരണത്താൽ നമുക്ക് യുറേനിയം വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ യുറേനിയം ഇന്ധനം മാറ്റിയിട്ട് തോറിയമാണെങ്കിൽ ആവശ്യത്തിലധികം ഉണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി തോറിയം ഇന്ത്യയിലുള്ളത്, ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേരളത്തിൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്തിൽ എവിടെയാണ് ലഭ്യമാകുന്ന തോറിയം. അപ്പോൾ ആ തോറിയം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആണവ റിയാക്ടറുകൾ നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യക്ക് 3 ഘട്ടങ്ങളാണ്. അതായത് അങ്ങനെ ഒരു റിയാക്ടറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിർമ്മിക്കാതെ തന്നെ നിലവിലുള്ള പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളിൽ തോറിയവും യുറേനിയവും കലർന്ന ഇന്ധനം ഉപയോഗിച്ചിട്ട് അതായത് തോറിയത്തെ ഈ റിയാക്ടറിൽ നിന്ന് വരുമ്പോൾ തോറിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് യുറേനിയം 233 എന്ന ഫിസൈൽ മെറ്റീരിയൽ നമുക്ക് ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫിസൈൽ മെറ്റീരിയൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി അന്തർവാഹിനികൾ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് ഉപയോഗിക്കാം. അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കാനുള്ള റിയാക്ടറുകൾ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കാൻ തുടങ്ങിയാണ്. അവിടെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇന്ത്യക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യക്ക് യുറേനിയത്തിൻ്റെ ഒരുപാട് ആവശ്യം വരും. നമ്മുടെ ഇപ്പോഴത്തെ പോർമുനകളുടെ എണ്ണം കൂട്ടാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജി, അതായത് CCTE എന്ന അമേരിക്കൻ കമ്പനിയുടെ തോറിയം മിക്സ്ഡ് ഫ്യൂവൽ, അതായത് അതിൻ്റെ പേര് അനീൽ ഫ്യൂവൽ ടെക്നോളജി, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ഈ തോറിയത്തിൻ്റെ വലിയ നിക്ഷേപങ്ങളുള്ള കേരളത്തിന് തീർച്ചയായിട്ടും വലിയ സാധ്യതയാണ്. ഞാൻ പ്രത്യേകം പറയട്ടെ, ഇത് പ്രശ്നം, ഞാനിതിനെതിരല്ല. ഈ ഒരു അമൂല്യമായ ഒരു ഇന്ധനം നമ്മുടെ തീരപ്രദേശത്തുള്ളത് നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.
പക്ഷേ അത് എടുക്കുമ്പോൾ ആ പ്രദേശവാസികൾക്ക് വേണ്ട കോമ്പൻസേഷനും വേണ്ട രീതിയിൽ അവർക്ക് കൊടുക്കുക. വെറും ഭൂമി വില കൊടുത്ത് എടുക്കാതെ നിശ്ചിതമായ ഒരു ശതമാനം, ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ 1% ആ പ്രദേശത്തെ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റണം. ആ രീതിയിൽ തീർച്ചയായിട്ടും കേരളത്തിനും വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടാവും. എന്തായാലും MTPCക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം. താങ്ക് യു.